السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, നേതാക്കളെ, ശിർക്കും അതിൻ്റെ വിവിധ ഇനങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് അവതരിപ്പിക്കുവാനുള്ളത്. വളരെ വലിയ വിഷയമാണ്. എന്നാലും വളരെ കാലിക പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഷയം അവതരിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും അത് കേട്ടു പഠിച്ചു മനസ്സിലാക്കുവാൻ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ശിർക്കിന് എന്തിനാണ് ഒരു വിവിധ ഇനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകും. കാരണം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് ശിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരാൾ മുസ്ലിമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ശിർക്കാണ്. അപ്പോൾ പിന്നെ അതിന് വേറെ വേറെ ഇനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ആവശ്യം ഉണ്ടോ എന്ന് ഒരു പക്ഷേ നമുക്ക് സംശയമുണ്ടായേക്കാം. എന്നാൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശിർക്കിന് വിവിധ ഇനങ്ങൾ ഉണ്ട് എന്നും അത് അപ്രകാരം തന്നെ വേർതിരിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകും എന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാകും. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതനുസരിച്ച് ആര് വിധിക്കുന്നില്ലയോ അവർ കാഫിറുകളാകുന്നു എന്നാണ് ഖുർആനിലെ ആയത്തിന്റെ അർത്ഥം. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് വിധി നടത്താത്തവർ കാഫിറുകളാകുന്നു. ഇത് വളരെ കൃത്യമാണ് പദപ്രയോഗവും ആശയവും അർത്ഥവും. പക്ഷേ റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ നേതാവ്, ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹാദാ കുഫ്റുൻ ദൂന കുഫ്രിൻ ലാ യൻഖുലു സാഹിബുഹു അനിൽ മില്ല. ഇത് യഥാർത്ഥ കുഫർ അല്ല കേട്ടോ, ഇതല്ലാത്തൊരു കുഫറാണ്. ഈ കുഫർ ഒരു വ്യക്തിയെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫറല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കുഫറുണ്ടോ? കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഓപ്പോസിറ്റ് അല്ലേ? കുഫർ എന്ന് പറഞ്ഞാൽ ഈമാനിനെതിരല്ലേ? അപ്പോൾ പിന്നെ ഈമാനിനെതിരായ ഒരു സംഗതി ചെയ്താൽ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകൂല എന്ന് സ്വഹാബി പറയുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തഫ്സീറുകളിൽ മുഴുവൻ ഈ സൂറത്തു മാഇദയിലെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കുഫറിൽ യഥാർത്ഥ കുഫറല്ലാത്ത മറ്റു ചില കുഫറുണ്ട് എങ്കിൽ
ഷിർക്കിനും അതുപോലെ ഇനങ്ങളുണ്ട്, ഫിസ്ഖിനും അതുപോലെ ഇനങ്ങളുണ്ട്, നിഫാഖിനും അതുപോലെ ഇനങ്ങളുണ്ട്. റബ്ബാനീയങ്ങളായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും മഹാന്മാരായ സ്വഹാബികളുടെ അഖീദയിലും ആചാരങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി വിശദമായി നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുഫറുൻ ദൂന കുഫർ എന്ന ഒരു കുഫറുണ്ട് എന്ന് പറയാൻ കാരണം, കുഫറിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ഷിർക്കിലും അങ്ങനെ ഉണ്ടാകുന്നതിൽ അസാന്നിധ്യമില്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ശരി, എങ്കിൽ ഷിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? എണ്ണുക. 1, ഷിർക്കുൻ അക്ബർ. എന്താണ് ഷിർക്കുൻ അക്ബർ? വലിയ ഷിർക്ക്. രണ്ടാമത്തത് ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്. മൂന്നാമത്തത് ഷിർക്കുൻ ഖഫിയുൻ, ഗോപ്യമായ പ്രകടമാവാത്ത ഷിർക്ക്. ഇങ്ങനെ 3 തരം ഷിർക്കുകൾ ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയും അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാകുന്നു. അപ്പോൾ കുഫർ 3 ഷിർക്ക് 3 ഇനമാണ്. ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, ഷിർക്കുൻ ഖഫി. ഇതിൽ ഷിർക്കുൻ അക്ബർ എന്താണ്? വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം നൽകാം. വശിർക്കുൽ അക്ബർ, ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ബാതു ശരീകിൻ ലില്ലാഹ്, അല്ലാഹുവിന് ഒരു പങ്കാളിയെ സ്ഥാപിക്കലാണ്. ഫീ ഖസായിസിഹി, അല്ലാഹുവിന് മാത്രം ഖാസായിട്ടുള്ള, അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കലാണ്. ഫയജഅലുൽ ഇൻസാനു നിദ്ദൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യൻ ഒരു നിദ്ദിനെ, ഒരു സമനെ, ഒരു തുണയെ സ്ഥാപിക്കലാണ്. ഏതെല്ലാം കാര്യത്തിൽ? ഫീ റുബൂബിയതിഹി, അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ. ഔ ഫീ ഉലൂഹിയതിഹി, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ. അല്ലെങ്കിൽ ഔ ഫീ അസ്മാഇഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ അസ്മാകളിലോ സിഫാത്തുകളിലോ ഒരു പങ്കാളിയെ സ്ഥാപിക്കുന്നതിനാണ്, തുല്യതയുള്ള മറ്റൊരാളെ സ്ഥാപിക്കുന്നതിനാണ് ഷിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. ഹാഫിളുൽ ഹക്കമിയുടെ മആരിജുൽ ഖുബൂലിലും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ലജ്നത്ത് ദായിമയുടെ ഫത്വയിലും സെയിം പദപ്രയോഗം പ്രയോഗിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ബാതു ശരീകിൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശരീക്കിനെ സ്ഥാപിക്കലാണ്. ഫീ റുബൂബിയതിഹി, അവന്റെ റുബൂബിയത്തിൽ, അതുപോലെ തന്നെ അവന്റെ ഉലൂഹിയത്തിൽ, അതുപോലെ തന്നെ അവന്റെ അസ്മാഇൽ സിഫാത്തിൽ. ഇതിൽ ഏതെങ്കിലും ഒന്നിലോ അതല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലോ ഒരു പങ്കാളിയെ സ്ഥാപിച്ചാൽ അതാണ് ഷിർക്കുൻ അക്ബർ. ഷിർക്കുൻ അക്ബറിന്റെ പ്രത്യേകത, അത് ചെയ്ത വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അയാളെ മുസ്ലിമായി പരിഗണിക്കാനേ പാടില്ല, അയാളുമായി വിവാഹബന്ധം നടത്താൻ പാടില്ല, അയാൾക്ക് തന്റെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും മുശ്രിക്കത്തായ പെണ്ണിനെ ഇങ്ങോട്ട് കല്യാണം കഴിക്കാനും പാടില്ല. ആ മുശ്രിക്ക് മരിച്ചാൽ അവന്റെ മക്കൾ മുസ്ലിമീങ്ങളാണെങ്കിലും ശരി അവന്റെ അനന്തരാവകാശ സ്വത്ത് സ്വീകരിക്കാനും പാടില്ല. ഇപ്രകാരം ഇസ്ലാമിൽ നിന്നും മുസ്ലിമീങ്ങളുടെ വൃത്തത്തിൽ നിന്നും പുറത്തു കടക്കുന്നതെന്തോ അതിനാണ് നമ്മൾ ഷിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. ആ ഷിർക്കുൻ അക്ബർ ചെയ്ത വ്യക്തിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്ന വചനങ്ങളും അതിന്റെ അർത്ഥങ്ങളും നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് അർത്ഥം പറഞ്ഞ് ഞാൻ സമയം
മെനക്കെടുത്തുന്നില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇസ്ലാം പറയുന്നത് ആരെ സംബന്ധിച്ചാണ്? ശിർക്കുൻ അക്ബർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഒരു പങ്കാളിയെ സ്ഥാപിക്കലാണ്. രാജാതിരാജനായ റബ്ബ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ചരാചരങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹു മഴ വർഷിപ്പിക്കുകയും സസ്യലതാദികളെ മുളപ്പിക്കുകയും ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെയും പുറത്തു കൊണ്ടുവരികയും കേൾവിയെയും കാഴ്ചയെയും നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തിലെ സകലമായ സൂക്ഷ്മവും സ്ഥൂലവുമായ സകല വ്യവസ്ഥകളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. ആ വിഷയത്തിൽ അവന് ഒരു പങ്കാളികളുമില്ല. മലക്കുകളോ അമ്പിയാക്കളോ ജിന്നുകളോ മലക്കുകളോ സൃഷ്ടികളിൽപ്പെട്ട ആരെങ്കിലുമോ ഏതെങ്കിലുമോ ആ വിഷയത്തിൽ പങ്കുകാരായിട്ട് അല്ലാഹുവിനില്ല എന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദുർ റുബൂബിയ്യ. അതിന് വിരുദ്ധമായി അതിൽ പങ്കാളികളുണ്ട് എന്ന് വിചാരിച്ചാലോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിൽ പങ്കാളിയെ ചേർത്തിരിക്കുന്നു. മക്ക മുശ്രിക്കുകൾ തൗഹീദുർ റുബൂബിയ്യത്തിൽ പങ്കു ചേർത്തിരുന്നില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ വചനമാണതിന് തെളിവ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ ബഹുഭൂരിഭാഗവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, വമാ യുഅ്മിനു അക്സറുഹും ഫീ റുബൂബിയ്യത്തില്ലാഹി സുബ്ഹാനഹു വ തആല ഇല്ലാ വഹും മുശ്രികൂന ഫീ ഉലൂഹിയ്യതിഹി. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ഉലൂഹിയ്യത്തിൽ പങ്കു ചേർക്കുന്നു. അപ്പൊ മക്ക മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്ത് അംഗീകരിച്ചവരാണ്. പക്ഷെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധ്യതയിൽ അവർ മറ്റുള്ള പങ്കാളികളുമാവാം എന്ന് വിചാരിച്ചു. ഇപ്രകാരം അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ പങ്കു ചേർത്താൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയ്യത്ത് ആരാധ്യത എന്ന് പറഞ്ഞാൽ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ മറ്റൊരാൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താണ് ആരാധന? ദുആ, പ്രാർത്ഥന, അത് ആരാധനയാണ്. നേർച്ച ആരാധനയാണ്. അറവ് ആരാധനയാണ്. അങ്ങനെ തുടങ്ങി തവക്കുൽ ആരാധനയാണ്. തർഗീബ് ആരാധനയാണ്. അങ്ങനെ തുടങ്ങി ഇബാദത്തിന് എന്തെല്ലാം വശങ്ങളുണ്ടോ ആ വശങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക. അതിൽ മറ്റൊരാളെ പങ്കാളിയാക്കാം. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാം. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്താം. അല്ലാഹു അല്ലാത്തവരിൽ തവക്കുലാക്കാം എന്ന് ആരെങ്കിലും കരുതിയാൽ അവൻ അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിലും പങ്കു ചേർക്കുന്നവനാകുന്നു. 3, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങളും ഗുണങ്ങളും, അസ്മാഉം സിഫാത്തും. പടച്ച റബ്ബിന് തുല്യമായ ഗുണങ്ങളുള്ളതോ ആ ഗുണങ്ങൾക്കനുസരിച്ച് പേര് നൽകപ്പെടാവുന്നതോ ആയ ആരും തന്നെ പ്രപഞ്ചത്തിലില്ല. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാകുന്നു. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല, ആരും തന്നെ ഇല്ല. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു എന്ന് വിശ്വസിക്കലാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്നാൽ അള്ളാഹുവിനെ പോലെ പേരൊത്ത ഒരാളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ പോലെ ഗുണമൊത്ത ഒരു സൃഷ്ടിയുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഇലും സിഫാത്തിലും പങ്കു ചേർക്കുന്നവനായി. ഇപ്രകാരം അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മായിലോ സിഫാത്തിലോ പങ്കു ചേർക്കുന്നതിനാണ് നമ്മൾ ശിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവന് മുസ്ലിമായി പരിഗണിക്കപ്പെടുകയേ ഇല്ല. നേരത്തെ പറഞ്ഞ എന്തെല്ലാം ഹുക്കുമുകളുണ്ടോ ആ ഹുക്കുമുകളെല്ലാം ആ വ്യക്തിക്ക് ബാധകവുമാകുന്നു. എന്നാൽ എന്താണ് ശിർക്കുൻ അസ്ഗർ? ഇത് ശിർക്കുൻ അക്ബർ ആണ്. എന്നാൽ ശിർക്കുൻ അസ്ഗർ എന്താണ്? ചെറിയ ശിർക്ക്. സൗദി അറേബ്യയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന മതകാര്യ വകുപ്പ് പണ്ഡിതനായ ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയുന്നത്, അന്ന ശിർക്കൽ അസ്ഗർ, ശിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ കുല്ലു ദംബിൻ സമ്മാഹു ശാരിഉ ശിർക. മതം ശിർക്ക് എന്ന പദപ്രയോഗത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച എല്ലാ തിന്മകളും,
ഷിർക്ക് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മതത്തിൽ, അതല്ലെങ്കിൽ ഹദീസിൽ, അല്ലെങ്കിൽ ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതിന് ഒരു ക്വാളിറ്റി കൂടിയുണ്ട്. എന്താണത്? വലം യബ്ലുഗ് ദറജത ഇബാദതി ഗൈരില്ലാഹി അസ്സ വജൽ. എന്നാൽ ഏകനായ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ രണ്ടിനുമിടയിൽ നിൽക്കുന്ന ഈ ഒരു പ്രവർത്തനം, അതിനെ നാം ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നു. ഇത് അദ്ദേഹം മാത്രം പറഞ്ഞതല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി, അദ്ദേഹവും ഇങ്ങനെ തന്നെയാണ് ഷിർക്കിനെ വിശദീകരിച്ചത്. ചുരുക്കത്തിൽ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, മതത്തിൽ അല്ലെങ്കിൽ ഹദീസിൽ അല്ലെങ്കിൽ ഖുർആനിൽ ശരീഅത്തിൽ ഷിർക്ക് എന്ന പദം വന്നിട്ടുണ്ട്. എന്നാലോ അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മായിലോ സിഫാത്തിലോ പങ്കു ചേർക്കുന്ന അവസ്ഥ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തിലോ റുബൂബിയത്തിലോ അസ്മായിലോ സിഫാത്തിലോ പങ്കു ചേർക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. എന്നാലോ ഷിർക്ക് എന്ന പദപ്രയോഗത്തിലൂടെ ഖുർആനോ ഹദീസോ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതായി കാണുകയും ചെയ്യുക. ഇങ്ങനെ വന്നാൽ അതിനെ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നു. കാരണം ആ ഷിർക്ക് ചെയ്ത വ്യക്തി ഒരിക്കലും മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇതിങ്ങനെ വ്യാഖ്യാനിക്കാൻ നിങ്ങളെ ആരാണ് ഏൽപ്പിച്ചത്? അല്ലെങ്കിൽ ഇസ്ലാം ഷിർക്ക് എന്ന് പറയുന്നു, നിങ്ങൾ പറയുന്നു അല്ല അത് ഷിർക്കുൻ അസ്ഗറാണ്, മില്ലത്തുനിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്കുള്ള ന്യായം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അതിന് നമുക്ക് വളരെ കൃത്യമായ ഹദീസുകളിൽ നിന്ന് തന്നെയുള്ള വളരെ കൃത്യമായ മറുപടിയുണ്ട്. അതിൽ ഒരു സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅ്ത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, അജഅൽതനി ലില്ലാഹി നിദ്ദ ഔ അജഅൽതനി ലില്ലാഹി അദ്ല, നീ എന്നെ അല്ലാഹുവിന് സമനാക്കിയോ, നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കിയോ? മറിച്ചു പറയണം, ബൽ മാഷാ അല്ലാഹു വഹ്ദ, ഏകനായ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് മാത്രം പറയുക, അല്ലാതെ അല്ലാഹുവും ഞാനും ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിക്ക് പറഞ്ഞെടുത്തു. പക്ഷേ ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല, നീ ഈ വാക്ക് ഉപയോഗിക്കുക വഴി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, അതുകൊണ്ട് ഒന്നുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് നീ വരണം, എങ്കിലേ നിന്റെ ഇസ്ലാം സ്വീകാര്യമാകൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അത് തിരുത്തി കൊടുക്കുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇവിടെ നീ അള്ളാഹുവിന് എന്നെ സമനാക്കിയോ എന്ന് ചോദിച്ചത് ഷിർക്കുൻ അക്ബറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്വഹാബി ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കാളിയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രവാചകൻ ആരാധിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വമാകുന്നു എന്നും അദ്ദേഹം വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രവാചകന് അള്ളാഹുവിനെ പോലെ തന്നെ ഒത്ത പേരുകളും അള്ളാഹുവിനെ പോലെ തന്നെ ഒത്ത സിഫത്തുകളും ഉണ്ട് എന്നും അയാൾ കരുതിയിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പദപ്രയോഗത്തിൽ, ലാഹിറായ പ്രയോഗത്തിൽ പടച്ച റബ്ബിലേക്ക് മാത്രം ചേർത്ത് പറയേണ്ട ഒരു വിഷയം വന്നു. എന്നാൽ അയാളുടെ ഹൃദയത്തിലെ അഖീദയിലോ യാതൊരു നിലക്കും മാറ്റവും ഉണ്ടായിരുന്നില്ല. അതിനാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ എന്നെ
അള്ളാഹുവിന് സമനാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെയും നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയെന്നോ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടുവരണമെന്നോ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദമാക്കി, അള്ളാഹുവിന് പങ്കാളിയെ സ്ഥാപിക്കുക എന്ന് പറയുന്നിടത്തോ അതുപോലെയുള്ള പദപ്രയോഗങ്ങളോ ഒരു വസ്തുതയെ സംബന്ധിച്ച്, ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നാൽ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അഖീദ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത്തരം കാര്യങ്ങളെ ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്ക് എന്നാണ് പറയുക. ഉദാഹരണത്തിന്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരാൾ പറയാണ്, എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ ഉപ്പയാണ് സത്യം, അല്ലെങ്കിൽ കാബയാണ് സത്യം. സ്വഹാബികൾക്കിടയിൽ അങ്ങനെ പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും ഒരിക്കൽ കഅബയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുക വഴി അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് അത് കേട്ട ആളുകൾ പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഷഹാദത്ത് കലിമ ചൊല്ലണം എന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. കാരണം അദ്ദേഹം ആ നിലക്കുള്ള ഒരു അഖീദ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത്. കഅബാലയം മഹത്വമുള്ള ഒരു സംഗതിയാണ്, അതിനെ പിടിച്ച് സത്യം ചെയ്താൽ അത് ജായിസാണ് എന്നേ കരുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകൾ എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ ഉപ്പയാണ് സത്യം എന്ന് പറയുന്നത് ഏത് വികാരത്തിലാ? അത് ഉപ്പാനെ ബഹുമാനിക്കുക എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അതല്ലാതെ എൻ്റെ വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കാളിത്തമുള്ള ആളുകളാണ്, എൻ്റെ ഉപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കാളിത്തമുള്ള ആളുകളാണ്, എൻ്റെ ഉപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ അസ്മായിലും സിഫാത്തിലും പങ്കാളിത്തമുള്ളവരാണ് എന്ന അർത്ഥത്തിലല്ല അവർ എൻ്റെ ഉപ്പയാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷേ ആ വാക്കിന്റെ ലാഹിറിൽ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പറയേണ്ട ഒരു സംഗതി വന്നു. എന്നാലോ അദ്ദേഹത്തിന്റെ ബാത്തിനിൽ, അദ്ദേഹത്തിന്റെ അഖീദയിൽ ഒരിക്കലും അള്ളാഹുവിൽ ഏതെങ്കിലും നിലക്ക് പങ്കു ചേർക്കുക എന്ന നിയ്യത്ത് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ പണ്ഡിത ശ്രേഷ്ഠന്മാർ വിശദീകരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു പറയുക എന്നത് ശിർക്കാകുന്നു. യഅനി ശിർക്കുൻ അസ്ഗർ, അത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ഒരാൾ ഉപ്പയാണ് സത്യം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ വാക്കുപയോഗിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു. മൻ ഹലഫ ബില്ലാത്ത് ഫലിയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാത്തയാണ് സത്യം എന്ന് പറഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയട്ടെ. എന്നാ നേരത്തെ കേസിൽ അങ്ങനെ പറഞ്ഞോ? ഇല്ല. മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞ ആളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞോ? ഇല്ല. എന്നാൽ ലാത്തയെ പിടിച്ച് സത്യം ചെയ്താൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയട്ടെ. എന്താ വ്യത്യാസം? വളരെ ലളിതമാണ്. ലാത്ത അവരുടെ ആരാധിക്കപ്പെടുന്ന ദൈവമായിരുന്നു. ഉസ്സയെ പോലെ, മനാത്തയെ പോലെ, അതുപോലെയുള്ള ആളുകളെ പോലെ അവർ ആരാധിച്ചിരുന്ന, ആരാധന നൽകിയിരുന്ന, ദിവ്യത്വം കൽപ്പിച്ചിരുന്ന ആളുകളായിരുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനും രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും സാധിക്കുന്നവർ എന്ന് വിചാരിച്ച വ്യക്തിയായിരുന്നു, ശക്തിയായിരുന്നു ലാത്ത. അതുകൊണ്ട് തന്നെ ലാത്തയുടെ പേരിൽ സത്യം ചെയ്തു പറയുമ്പോ ആ വ്യക്തിയുടെ അഖീദ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയട്ടെ. ഇത് പറയുന്നിടത്ത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു. ഒരാൾ പണ്ട് പറഞ്ഞ ശീലത്തിന്റെ അടിസ്ഥാനത്തിൽ നാവിൽ വന്നു പോയ ഒരു അബദ്ധാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്തു പോകുന്നില്ലെങ്കിലും ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയുക തന്നെ വേണമെന്ന. അതെന്തിനാ? കാണുന്നവർക്ക്, അദ്ദേഹത്തിന്റെ ചുറ്റിലുള്ളവർക്ക് ഇദ്ദേഹം മുസ്ലിം തന്നെ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണത്. കാരണം മുമ്പേ അദ്ദേഹം, അതല്ലെങ്കിൽ ആ വ്യക്തി അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്ത് പറയുന്ന വ്യക്തിയാണ്.
ആ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ മാറ്റമുണ്ടായി എന്ന് സമൂഹത്തിന് അറിയണം. മുമ്പ് ഉപയോഗിച്ച അതേ വാക്ക് പിന്നീട് ഉപയോഗിച്ചാൽ അദ്ദേഹത്തിൽ ആ തഫ്രീഖ, വ്യത്യാസം അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇനി ഉള്ളറിഞ്ഞല്ല പറഞ്ഞതെങ്കിൽ പോലും ജനങ്ങൾ കേൾക്കല ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. സഹോദരങ്ങളെ, നമ്മൾ ശിർക്കിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ശിർക്കുൻ അക്ബറിനെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മായിലോ സിഫാത്തിലോ പങ്കാളിയെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരു മുശ്രിക്കായ, ഒരു കാഫിറായ വ്യക്തിക്ക് എന്തെല്ലാം ഹുക്മുകളാണോ ഉള്ളത് അത് അയാൾക്കുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷിർക്കുൻ അസ്ഗറിനെ സംബന്ധിച്ചാണ്. എന്താണ് ഷിർക്കുൻ അസ്ഗർ? അതും നമ്മൾ വിശദീകരിച്ചു. മതം ഷിർക്ക് എന്ന വാക്ക് ഉപയോഗിക്കുകയും എന്നാൽ അത് ചെയ്ത വ്യക്തിയുടെ അഖീദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു വ്യക്തിയെ ആരാധിക്കുക എന്ന ഒരു ചിന്തയോ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മായിലോ സിഫാത്തിലോ മറ്റൊരാളെ പങ്കു ചേർക്കുക എന്ന ഒരു നിയ്യത്തോ ഇല്ലാത്ത ഒരു വ്യക്തി ആ വ്യക്തിയുടെ വാക്കുകളിലോ ആ വ്യക്തിയുടെ കർമ്മത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലുള്ള ലാഹിറായ ചില പദപ്രയോഗങ്ങളും മറ്റും വന്നാൽ അതിനെയാണ് യഥാർത്ഥത്തിൽ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് അതിനെ ഇങ്ങനെ വ്യക്തമാക്കിയത്: അശ്ശിർക്കുൽ അസ്ഗർ ഹുവ കുല്ലു ദംബിൻ ഔ മഅസിയ സമ്മാഹ അശ്ശാരിഉ ശിർകൻ വലം തബ്ലുഗ് ദറജത ഇബാദതി ഗൈരില്ലാഹി ജല്ല ഫിൽ ഉല. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ഷിർക്ക് പ്രയോഗിക്കുകയും എന്നാൽ ഒരിക്കലും അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ദറജയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നതിനെ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹം അതിനുള്ള തെളിവുകളായി പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു പറയൽ അതിൽപ്പെട്ടതാകുന്നു. അതുപോലെ തന്നെ തമീമത്ത് കെട്ടൽ, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക ഔ മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും മുറുക്കും മേലസും കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അത് ഷിർക്കുൻ അസ്ഗർ ആകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നാൽ ആ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയാനുള്ള കാരണം അത് കെട്ടുന്ന വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തിലല്ല അത് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. എന്നാൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഒത്തു വന്നാലോ, അഥവാ തമീമത്ത് കെട്ടുന്ന ഒരു വ്യക്തി വിചാരിക്കുന്നത് ഞാൻ കെട്ടുന്ന ഈ തമീമത്തിന് സ്വന്തമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയും, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ തന്നെ ഈ കെട്ടിയ നൂലിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചരടിനോ ഏലസിനോ അല്ലെങ്കിൽ അത് കെട്ടിത്തന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അതിൽ ചൊല്ലപ്പെട്ട മന്ത്രത്തിനോ സ്വന്തമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിലാണെങ്കിലോ എങ്കിൽ അവിടെ റുബൂബിയ്യത്തിൽ പങ്കുചേർക്കൽ വന്നു, അല്ലെങ്കിൽ ഉലൂഹിയ്യത്തിൽ പങ്കുചേർക്കൽ വന്നു, അല്ലെങ്കിൽ അസ്മായിലോ സിഫാത്തിലോ പങ്കുചേർക്കൽ വന്നു. അതുകൊണ്ട് തന്നെ ഷിർക്കുൻ അസ്ഗർ എന്ന നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചതൊക്കെ എപ്പോഴും ഏത് അവസ്ഥയിലും ഏത് സന്ദർഭത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു നിലപാട് പണ്ഡിതന്മാർക്കില്ല. മറിച്ച് അഖീദയുമായി അതിനു വല്ലാത്ത ബന്ധമുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ തഅല്ലുഖുമായി അതിനു വല്ലാത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ നേരത്തെ പറഞ്ഞ ഖസായിസുകളിൽപ്പെട്ട റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മായിലോ സിഫാത്തിലോ പങ്കു ചേർക്കുന്ന വിധമാണ് ഒരാൾ തമീമത്ത് കെട്ടുന്നതെങ്കിൽ, ഒരാൾ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു പറയുന്നതെങ്കിൽ അത് ഷിർക്കുൻ അക്ബർ തന്നെയാകും. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചു: അന്ന കുല്ല അസ്നാഫി ശിർക്കിൽ അസ്ഗർ ഖദ് തകൂനു ശിർകൻ അക്ബർ ബിഹസബി ഹാലി മൻ ഫഅലഹാ.
ഷിർക്കുൻ അസ്ഗറായിട്ടുള്ള എല്ലാ സിൻഫുകളും എല്ലാ ഇനം ടൈപ്പുകളും അത് ചെയ്യുന്ന വ്യക്തിയുടെ ഹാലനുസരിച്ച് ചിലപ്പോൾ ഷിർക്കുൻ അക്ബറുമാവും. കാരണം അദ്ദേഹം പറയുന്നു അന്ന ലുബ്സുൽ ഹൽഖ അവിൽ ഖൈത് وتعليق التمائم والحلف بغير الله وقول ما شاء الله وشئت ونحو ذلك من الأعمال أو الاعتقادات أو الأقوال الأصل فيها أنها من الشرك الأصغر لكن قد تكون شركا أكبر بحسب حال صاحبها. يعني إن اعتقد في الحلقة والخيط مثلا أنها تؤثر بنفسها فهذا شرك أكبر. وإذا اعتقد أنها ليست سببا لكن تؤثر بنفسها وتدفع الضرر بنفسها فتدفع المرض بنفسها وتدفع العين بنفسها أو ترفع المرض بنفسها أو ترفع العين بنفسها فإذا اعتقد أنها ليست أسبابا بل هي مؤثرة بنفسها فقد وقع في الشرك الأكبر. അദ്ദേഹം പറയുന്നത് അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്തു പറയുന്നതാകട്ടെ, അതല്ലെങ്കിൽ തമീമത്ത് കെട്ടുന്നതാകട്ടെ, അത് ഇത് ചെയ്യുന്ന വ്യക്തിയുടെ മാനസികമായ നിലവാരമനുസരിച്ച് ഷിർക്കുൻ അസ്ഗറുമാകും ഷിർക്കുൻ അക്ബറുമാകും. എങ്ങനെയാണത്? ഒരാൾ വിചാരിക്കുന്നു ഞാൻ കെട്ടിയ ഉറുക്കിന് ഏലസിന് സ്വന്തമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കും, അള്ളാഹുവിന്റെ പെർമിഷൻ ഇല്ലാതെ അത് സാധിക്കും. അതുപോലെ തന്നെ കണ്ണേറിനെ തടയാൻ സ്വന്തം നിലക്ക് ആ മന്ത്രത്തിന് സാധിക്കും, അല്ലെങ്കിൽ ആ ഉറുക്കിന് സാധിക്കും, അല്ലെങ്കിൽ അത് കെട്ടിത്തന്ന വ്യക്തിക്ക് സാധിക്കും. അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ നീക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടാക്കുവാൻ സ്വന്തം നിലക്ക് അതിന് സാധിക്കും എന്ന വിശ്വാസമാണെങ്കിൽ അത് റുബൂബിയ്യത്തിൽ പങ്കുചേർക്കലാകുന്നു. ലിഅന്നഹു ജഅല التصرف في هذا الكون لأشياء مع الله جل وعلا ومعلوم أن هذا من أفراد الربوبية. കാരണം അത് റുബൂബിയ്യത്തിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. സ്വന്തം നിലക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഒരു സൃഷ്ടിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് റുബൂബിയ്യത്തിൽ പങ്കുചേർക്കലാണ്. അത് ശിർക്കുൻ അക്ബറായി തീരുക തന്നെ ചെയ്യും. എന്നാൽ ഇത് കെട്ടുന്ന വ്യക്തി കേവലം ഇങ്ങനെ കെട്ടിയാൽ എന്റെ രോഗം മാറാൻ അള്ളാഹു ഇതൊരു സബബാക്കിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു എന്റെ രോഗം മാറ്റും, ഞാൻ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു കണ്ണേറിൽ നിന്ന് എന്നെ സംരക്ഷിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു എനിക്ക് ഏതെങ്കിലും നിലക്കുള്ള ഉപകാരം തരും എന്നാണ് അയാൾ വിശ്വസിക്കുന്നതെങ്കിലോ അയാൾ റുബൂബിയ്യത്തിൽ പങ്കുചേർക്കുന്ന ഒരു അഖീദ അയാളുടെ മനസ്സിൽ വരുന്നില്ല, ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്ന ഒരു അവസ്ഥ അയാളുടെ ഹൃദയത്തിൽ വരുന്നില്ല. അതല്ലെങ്കിൽ അസ്മായിലോ സിഫാത്തിലോ പങ്കുചേർക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ശിർക്കുൻ അസ്ഗറാണ്, അയാൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല. എന്തുകൊണ്ടാണ് മഹാന്മാരായ ന്മാർ ഈ വക കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തത്, സൂക്ഷ്മമായി വിശദീകരിച്ചത്? ഓരോ പദങ്ങളും അത് ചെയ്യുന്ന വ്യക്തികളുടെ നിയ്യത്തനുസരിച്ചും അവരുടെ ഇൽമനുസരിച്ചും അത് ചെയ്യുന്ന വ്യക്തിയുടെ അഖീദക്ക് വ്യത്യാസം ഉണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കല്ല എന്ന് സമൂഹം ധരിച്ച ഒന്നിനെ ശിർക്കാണെന്ന് വിശദീകരിച്ചു കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. ശിർക്കാണെന്ന് ജനങ്ങൾ വിചാരിച്ചതിനെ ആ നിലക്ക് നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ശിർക്കല്ല എന്ന് വിശദീകരിക്കപ്പെട്ട സന്ദർഭങ്ങളും ഇസ്ലാമിലുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സ്വഹാബികൾ ഈ വചനം കേട്ട് അവർക്ക് ബേജാറായി. എന്താണ് ആയത്തിലുള്ളത്? വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്താൽ. അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു എല്ലാ ദുൽമും ആണ് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, സ്വന്തം നഫ്സിനോട് ദുൽമ ചെയ്യാത്ത ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് അവർക്ക് പ്രയാസമുണ്ടായി. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറിച്ച് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞതുപോലെ ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ദുൽമ് അത് ശിർക്കാകുന്നു എന്ന് റസൂൽ
കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലോ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന വചനം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് നൽകിയ വ്യാഖ്യാനം ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കുഫ്റല്ല, കുഫ്റുൻ ദൂന കുഫ്രിൻ ലാ യൻഖുലു സാഹിബുഹു അനിൽ മില്ല. ഇത് ആ കുഫ്റല്ലാത്ത കുഫ്റാണ്, ഇത് ചെയ്ത വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല എന്നിങ്ങനെ ഇസ്ലാമിലെ ഓരോ സാങ്കേതിക പദങ്ങളും അതിനെ വളരെ കൃത്യമായി റബ്ബാനീയങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർ എന്നുള്ള നിലക്ക്, വേദഗ്രന്ഥം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർ എന്നുള്ള നിലക്ക് നിങ്ങൾ റബ്ബാനീയങ്ങളാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ജനങ്ങൾക്ക് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഓരോ കാര്യങ്ങളെയും കൃത്യമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ശിർക്കുൻ അക്ബർ എന്ന് പറയേണ്ടി വരും, ചിലപ്പോൾ അവർക്ക് ശിർക്കുൻ അസ്ഗർ എന്ന് പറയേണ്ടി വരും. അതെന്തിന്റെ പേരിലാണ് അങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾ പരിഗണിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ ഇതര വചനങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതര ഹദീസുകൾ പരിഗണിച്ചുകൊണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വൈരുദ്ധ്യം ഉണ്ടാകുവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിനെ ബാധിക്കാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് അഖീദ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ചിലതിനെ അങ്ങനെ പ്രയോഗിക്കും. ചിലതിന് ശിർക്ക് എന്ന് പറയുമ്പോൾ ചിലതിനെ വസീലത്തു ശിർക്ക് എന്നവർ പറയും, അല്ലെങ്കിൽ ദറാഇഉ ശിർക്ക് എന്നവർ പറയും, അല്ലെങ്കിൽ ശിർക്കുൽ അക്ബർ എന്ന് പറയും, അല്ലെങ്കിൽ ശിർക്കുൽ അസ്ഗർ എന്ന് പറയും. എല്ലാം ജനങ്ങൾക്ക് വിഷയങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. ഒരു തെളിവ് കൂടി ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, മൻ റദ്ദതുഹു ത്തിയറതു അൻ ഹാജതിഹി ഫഖദ് അശ്റക. ശകുനത്തെ ഭയപ്പെട്ട് ഒരാൾ താൻ ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്യാതെ മാറി നിന്നാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ശകുനത്തെ ഭയപ്പെട്ടിട്ട് ഒരാൾ താൻ ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഫഖദ് അശ്റക. സ്വഹാബികൾ ഉടനെ ചോദിച്ചു, ഫമാ കഫാറത്തു ദാലിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഇതിനുള്ള കഫാറത്ത് എന്താണ്? ഇതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ശിർക്കാണ് ആ വ്യക്തി ചെയ്തതെങ്കിൽ, ഈ ഒരു കാര്യം പ്രവർത്തിക്കുക വഴി അയാൾ കാഫിറായി ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറയുക? നീ ഷഹാദത്ത് കലിമ ചൊല്ലി, അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ച വ്യക്തി വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം എന്നല്ലേ പറയുക? പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വന്നാൽ ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക് വലാ ഇലാഹ ഗൈറുക്. അള്ളാഹുവേ, നിന്നിൽ നിന്നുള്ള ഖൈറല്ലാതെ മറ്റ് ഖൈറില്ല. ശകുനം നിന്റെ അടുത്ത് നിന്നുള്ള രൂപത്തിലുള്ള ത്വയ്റല്ലാതെ മറ്റൊരു ത്വയ്റില്ല. എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണ്, നീ അല്ലാതെ മറ്റ് ഇലാഹുമില്ല എന്ന് പ്രഖ്യാപിക്കുക. അതാണ് അതിന്റെ കഫാറത്ത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇത്തരത്തിലുള്ള എമ്പാടും തെളിവുകളിലൂടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്ന കാര്യമാണ്, ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയത്തിലെ അഖീദ അനുസരിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ ഹുക്മു പറയേണ്ടത്. ഒരാൾ ഒരു നിലക്കും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തി, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തി, അള്ളാഹുവിന്റെ അസ്മായിലും സിഫാത്തിലും പങ്കുചേർക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വല്ല അബദ്ധങ്ങളും വന്നു പോവുകയോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഖീദയെ ബാധിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ജായിസാണെന്ന് കരുതി അയാൾ ചെയ്യുകയോ ചെയ്താൽ അതിന്റെ പേരിൽ ആ വ്യക്തി ശിർക്കുൻ അക്ബർ ചെയ്ത് മില്ലത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് ലോകത്ത് ഒരു പണ്ഡിതനും ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനും വിശദീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു തെളിവ് തരാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഅകുലു മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖുൻ വഇന്നശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും
വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറയുന്നു, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെടാത്ത, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേര് ഉച്ചരിക്കപ്പെട്ട ഒരു ഉരുവിന്റെ മാംസം നിങ്ങൾ കഴിക്കരുത്. അതെന്താണ്? അത് ഫിസ്ഖാകുന്നു, അധർമ്മമാകുന്നു, തോന്നിവാസമാകുന്നു. എന്നാൽ ഒരു ഹുക്മാണ്, ഒരു മാംസം തിന്നുന്ന, ഒരു മൃഗത്തിന്റെ മാംസം തിന്നുന്നതിന്റെ ഒന്നാമത്തെ ഹുക്കം അല്ലാഹു പറയാണ്, അത് ഫിസ്ഖാകുന്നു, നിങ്ങൾ തിന്നരുത്. എന്നാൽ വഇന്ന ശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂക്കും, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി ശൈത്താൻ അവന്റെ മിത്രങ്ങൾക്ക് എന്ത് നൽകുന്നു? വഹി നൽകുന്നു. എന്താ വഹി എന്നറിയോ? അവർ പറഞ്ഞിരുന്നു അത്രേ, ചത്ത മാംസം തിന്നാൻ ഇസ്ലാമിൽ പാടില്ല. അപ്പൊ ഒരു മൃഗം ചാവുന്നത് എങ്ങനെയാണ്? അള്ളാഹു കൊല്ലുകയല്ലേ. അപ്പൊ അള്ളാഹു കൊന്നതിനെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല, എന്നാൽ നിങ്ങൾ അർത്ഥത്തിനെ നിങ്ങൾക്ക് തിന്നുകയും ചെയ്യാം. ഇത് വിരോധാഭാസമല്ലേ എന്നാണ് അവരുടെ ചോദ്യം. അഖലാനികളായ ആളുകൾക്ക്, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അള്ളാഹു കൊന്ന, അള്ളാഹു വധിച്ച ഒരു മൃഗത്തെ നമുക്ക് തിന്നാൻ പാടില്ല, എന്നാലോ നിങ്ങൾ അറുത്തതിനെ നിങ്ങൾക്ക് തിന്നാം. ഈ വാദമനുസരിച്ച് ഇസ്ലാമിൽ നസ്സായി തിന്നാൻ പാടില്ല എന്നൊരു കാര്യം മുശ്രിക്കുകളുടെ, കാഫിറുകളുടെ വാദം കേട്ട് ഒരു വ്യക്തി ചെയ്താലോ, എങ്കിൽ ഹുക്മ് മാറി ഫിസ്ഖ് മാത്രല്ലതാവുക, പിന്നെയോ വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെ നിങ്ങൾ അവരെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്താലോ, എങ്കിൽ നിങ്ങളും മുശ്രിക്കുകൾ തന്നെ. ഒന്നാമത്തത്, ഒരാൾ ഒരു ചത്ത മാംസം തിന്നുക, അയാളുടെ മനസ്സിൽ ആ നിലക്കുള്ള വാദങ്ങളോ അഖലാനി ചിന്തയോ ഒന്നുമില്ല, അദ്ദേഹം ഒരു ചത്ത മൃഗത്തിന്റെ മാംസം തിന്നുവെങ്കിൽ അത് ഫിസ്ഖാണ്. എന്നാൽ അധർമ്മകാരികളുടെ ദുർന്യായങ്ങൾക്ക് വശംവദനായിക്കൊണ്ട് ഇസ്ലാമിലെ ഒരു നിയമത്തെ മറന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് മതനിയമങ്ങൾ പറയുവാനും കൽപ്പിക്കുവാനുമുള്ള അവകാശം, അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ ഇന്നെന്ന ആളുകൾക്കുണ്ട് എന്ന് കരുതിയാൽ അതെന്തായി തീരും? അത് ശിർക്ക് തന്നെയായി തീരും. ഏതുപോലെ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്ന മറിയം. അവരുടെ അഹ്ബാറുകളെയും റുഹ്ബാനുകളെയും അവർ അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കി. എന്തായിരുന്നു ആ റബ്ബാക്കൽ? അവർ ഒരു വിഷയം വേദഗ്രന്ഥത്തിൽ ഹലാലായ ഒന്ന് പണ്ഡിത പുരോഹിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ വേദത്തിൽ ഹറാമായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്ന് പണ്ഡിത പുരോഹിതന്മാർ ഹലാലാണെന്ന് പറഞ്ഞാൽ അതും അവർ അംഗീകരിച്ചിരുന്നു. ഇപ്രകാരം ഹലാല് ഹറാമുകൾ തീരുമാനിക്കുന്നത് ഈ നിലക്കാണെങ്കിൽ അത് റുബൂബിയ്യത്തിൽ പങ്കുചേർക്കലാണ്, അത് അർബാബാക്കലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശിർക്ക് വരുന്നു. അപ്പോൾ മാംസം തിന്നുക എന്ന ഒരു പ്രവൃത്തിക്ക് തന്നെ അത് ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവവും അഖീദയും അനുസരിച്ച് രണ്ട് ഹുക്മാണ് നൽകുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അതിൽ എമ്പാടും തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ വചനം തന്നെ അതിന് തെളിവാണ്. പണ്ഡിത പുരോഹിതന്മാരെ അവർ അനുസരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ റബ്ബാക്കുക അല്ലെങ്കിൽ അർബാബാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ യഹൂദ ക്രിസ്ത്യാനികൾ ആ നാട്ടിലുള്ള രാജാക്കന്മാരെ അനുസരിച്ചിരുന്നു, ആ രാജ്യത്തിന്റെ ഭരണ നിയമങ്ങളെ അനുസരിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഇബാദത്ത് ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. എന്തുകൊണ്ടാണ്? രാജാക്കന്മാരെ അനുസരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ആ രാജാവിന് അല്ലാഹുവിന്റെ ഏതെങ്കിലും നിലക്കുള്ള വിഷയത്തിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ തെരഞ്ഞെടുത്ത ഒരു നേതാവ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു രാജാവ്, അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നത് നാടിന്റെ സുരക്ഷയ്ക്ക് നല്ലതാണ് എന്ന ഒരു വികാരമേ ഉള്ളൂവെങ്കിൽ അവിടെ ആരാധന വരുന്നില്ല. എന്നാൽ പണ്ഡിത പുരോഹിതന്മാരെ അനുസരിച്ചപ്പോൾ അത് ആരാധനയായത് എന്തുകൊണ്ടാണ്? പണ്ഡിത പുരോഹിതന്മാരെ അനുസരിക്കൽ ഇബാദത്തായതുകൊണ്ടാണോ? അല്ല. ആയിരുന്നെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയില്ല, ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് പണ്ഡിതന്മാരോട് ചോദിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. അപ്പോൾ പണ്ഡിതന്മാരോട് ചോദിക്കലല്ല ഇവിടെ അർബാബായത്. പണ്ഡിതന്മാർ മതപരമായി നൽകുന്ന തെളിവുകളെ പിൻപറ്റലും അർബാബാക്കലല്ല. ഇവിടെ അർബാബാവാൻ കാരണം, അല്ലെങ്കിൽ അർബാബാക്കുക എന്ന പദപ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം, പണ്ഡിത പുരോഹിതന്മാർക്ക് ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്ന അഖീദ വന്നു. ആ അഖീദ വന്നാൽ അത് ശിർക്കാണ്. എന്നാൽ അങ്ങനെ ഒന്ന് വരാതെയാണ് ചെയ്യുന്നതെങ്കിലോ അത് ആ നിലവാരത്തിൽ ഉൾപ്പെടുത്തുകയുമില്ല. ഇപ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു വാക്ക് പറയുന്ന ഒരു വ്യക്തിയും ഏതൊരു കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ അഖീദയും വിശ്വാസവും മാനസികമായ നിയ്യത്തും അനുസരിച്ച് ഒരു വിഷയത്തിൽ നമ്മൾ ഹുക്മ് പറയാൻ പാടുള്ളൂ. ആ നിലക്കാണ് പണ്ഡിതന്മാർ
പണ്ഡിതന്മാർ ഷിർക്കുൻ അക്ബർ എന്ന് ചിലതിനെ വിശേഷിപ്പിക്കുമ്പോൾ മറ്റു ചില കർമ്മങ്ങളെ ഷിർക്കുൻ അസ്ഗർ എന്നും വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ സൗകര്യമുണ്ടെങ്കിൽ നമ്മൾ മറുപടി പറയുന്നതാകുന്നു. സമയം ദീർഘിച്ചതുകൊണ്ട് ഷിർക്കിന്റെ മറ്റൊരു നൗഉ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാകുന്നു. അതാണ് അശ്ശിർക്കുൽ ഖഫി. ഷിർക്കുൽ ഖഫി എന്ന് പറഞ്ഞാൽ ഗോപ്യമായ ഷിർക്ക്. ഒരാളുടെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ജനങ്ങളെ കാണിക്കുക, ജനങ്ങൾ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയുക എന്ന ചിന്ത ഉണ്ടാകുന്നതിനാണ് ഷിർക്കുൻ ഖഫി എന്ന് പറയുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളരെ കൃത്യമായി അതിനൊരു വിശദീകരണം നൽകി. യഖൂമുർ റജുലു യുസല്ലി ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നളരി റജുലിൻ ഇലൈഹി. ഒരു വ്യക്തി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു, എന്നാൽ ആളുകളൊക്കെ എന്നെ നോക്കുന്നു എന്ന് തോന്നുമ്പോൾ അയാൾ സ്വന്തം നിസ്കാരം ഒന്ന് നന്നാക്കാണ്. അപ്പൊ അള്ളാഹു കാണുന്നുണ്ട് എന്നാണെങ്കിൽ ആ വ്യക്തി നോക്കിയാലും ഇല്ലെങ്കിലും അയാളുടെ നിസ്കാരം ഒരുപോലെ ആയിരിക്കും. പക്ഷെ ജനങ്ങളെ കാണുമ്പം ഒരു രൂപത്തിലും ജനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ മറ്റൊരു രൂപത്തിലും നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയുള്ള നിസ്കാരമാണ്. ഇപ്രകാരം ആരെങ്കിലും ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി അമലുകൾ ചെയ്താൽ ആ അമൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ ഇങ്ങനെ പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരാളെയും പങ്കാളിയാക്കാതിരിക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ഷിർക്കിൽ നിന്നും, ഷിർക്കുൻ അക്ബറിൽ നിന്നും, ഷിർക്കുൻ അസ്ഗറിൽ നിന്നും, ഷിർക്കുൻ ഖഫിയിൽ നിന്നും നമ്മൾ മുക്തരായിരിക്കണം. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ഷിർക്കുൻ ഖഫിയുണ്ട് എന്ന് വേർതിരിച്ചു പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് എന്തിനാണ്? ഷിർക്കുൻ അക്ബർ അല്ലാത്തതൊക്കെ ചെയ്യാം എന്ന അർത്ഥത്തിലാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഷിർക്ക് നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല. ഷിർക്ക് ഒരു സത്യവിശ്വാസിക്ക് അംഗീകരിക്കുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ മഖ്സദ് തന്നെ ഏകനായ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഏകനായ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്ത് ചെയ്യാതിരിക്കാനാണ് സൃഷ്ടിയെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ ഡ്യൂട്ടി, ജിന്നുകളുടെ ഡ്യൂട്ടി ഏകനായ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. ആ ഇബാദത്ത് ചെയ്യുന്ന ആ ഏകദൈവ ആരാധനക്ക് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒരാൾക്ക് ചിന്തിക്കുക സാധ്യമല്ല തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ തരം ഷിർക്കിൽ നിന്നും ഒരു സത്യവിശ്വാസി വിമുക്തനായിരിക്കും, വിമുക്തനാവണം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ വാദിക്കുകയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു പദം അതല്ലെങ്കിൽ എന്റെ ഒരു പ്രവൃത്തി, ഞാൻ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചാണോ ഒരു കാര്യം ചിന്തിക്കുന്നത്, ഏതൊരു കാര്യത്തെ സംബന്ധിച്ചാണോ ഞാൻ ഒരു കാര്യം വിചാരിക്കുന്നത്, അതൊരിക്കലും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർത്തുകൊണ്ടല്ല ഞാനത് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുചേർത്തുകൊണ്ടല്ല ഞാനത് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ അസ്മായിലും സിഫാത്തിലും പങ്കുചേർത്തുകൊണ്ടല്ല ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെനിക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെയും ഇസ്ലാമിക സമൂഹത്തിൽ കാണാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ റുബൂബിയത്തിൽ പങ്കുചേർത്തിട്ടില്ലെങ്കിലും ഉലൂഹിയത്തിലോ അസ്മായിലോ സിഫാത്തിലോ പങ്കുചേർത്തിട്ടില്ലെങ്കിലും അതിനോട് സാദൃശ്യം വരുന്ന ഒന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിനെ പിടിച്ചു മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തമായിമകളും അതുപോലെ തന്നെ തിവലത്തും അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. മാഷാ അല്ലാഹു വശീത എന്ന് തുടങ്ങിയ വാക്കുകൾ പോലും നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല. ഒരാളും തന്നെ തന്റെ അടിമയെ അതല്ലെങ്കിൽ തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഖാദിമിനെ അബ്ദ് എന്ന് വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു തൊഴിലാളിയും തന്റെ നേതാവിനെ റബ്ബ് എന്ന് വിളിക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സയ്യിദുന എന്ന് വിളിച്ചപ്പോ അല്ലെങ്കിൽ സയ്യിദി എന്ന് വിളിച്ചപ്പോ പ്രവാചകന് പറഞ്ഞത് അസ്സയ്യിദുല്ലാഹ്, സയ്യിദ് അല്ലാഹു ആകുന്നു, അന മുഹമ്മദുൻ അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, വ റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിക്കണം. പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, വലിയ ശിർക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ലാ തത്റൂനി കമാ തറത്തിൻ നസാറ അൽ മസീഹ് ഇബ്നു മറിയം, നിങ്ങൾ മസീഹു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രിസ്ത്യാനികൾ ബഹുമാനിച്ച് ആദരിച്ച് ആരാധിക്കുന്നതിലേക്ക് എത്തിയതുപോലെ നിങ്ങൾ എന്നെ ചെയ്യരുതേ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്തുകൊണ്ടാണത്? ശിർക്കിനെ കുറിച്ച്
കുറിച്ച് ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന എല്ലാ വാതിലുകളും കൊട്ടിയടിച്ചു സുഭദ്രമാക്കുവാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ശിർക്കുൻ അക്ബറും ശിർക്കുൻ അസ്ഗറും ശിർക്കുൻ ഖഫിയും നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാ? ഇതിൽ നിന്ന് ഒന്നുപോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി. അതല്ലാതെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഇലും സിഫാത്തിലും പങ്കു ചേർക്കാത്ത ഒരു വ്യക്തിക്ക് എന്ത് വാക്കുകളും ഉപയോഗിക്കാം, എന്ത് പ്രവർത്തനങ്ങളും ചെയ്യാം, അതൊന്നും ഇസ്ലാമിനെ ബാധിക്കുന്നതല്ല എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ട് ഈ 3 തരം ശിർക്കുകളിൽ നിന്നും മുക്തരായി ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, തീർച്ചയായും നിഷ്കളങ്കമായ കീവണക്കം റബ്ബിന് മാത്രമാക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ ഇബാദത്ത് നിഷ്കളങ്കമായി പടച്ച റബ്ബിന് മാത്രം നൽകിക്കൊണ്ട്, കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. ഇതാണ് കൽപ്പിക്കപ്പെട്ടത്. അതിന്റെ ഓരങ്ങളെ ബാധിക്കുന്ന മേഖലകളിലേക്ക് പോലും നമുക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഖബറിന്റെ പുറത്ത് എന്തുണ്ടാക്കാൻ പാടില്ല? മസ്ജിദ് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഹൂദ ക്രൈസ്തവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. കാരണം അമ്പിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി. എന്തിനാണ് അവർ മസ്ജിദുകളാക്കിയത്? അമ്പിയാക്കളെ ആരാധിക്കാനാണോ? അല്ല. ഔലിയാക്കളോട് പ്രാർത്ഥിക്കുവാനാണോ? അല്ല. മറിച്ച് മഹാന്മാരുടെ ഖബറിന്റെ മേലെ പള്ളിയുണ്ടാക്കി അവിടെ നമസ്കാരം നടത്തിയാൽ ആ നമസ്കാരം അല്ലാഹു വളരെ പെട്ടെന്ന് സ്വീകരിക്കും എന്ന ഒരു അഖീദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. പക്ഷേ റസൂലുള്ള അനുവദിച്ചില്ല. കാരണം അത് ശിർക്കിലേക്കുള്ള വസീലയാകും എന്നതിന്റെ പേരിൽ അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞു. ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കരുത്. നിസ്കാരം അല്ലാഹുവിനാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിൽ ആരെയും പങ്കു ചേർക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒരു ഖബറുണ്ടെങ്കിൽ ആ ഖബറിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ പോലും നമുക്ക് പാടില്ല. അതുപോലെ തന്നെ ഖബറിന്റെ മേലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, കുബ്ബയുണ്ടാക്കുന്നത്, അതുപോലെയുള്ള എല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിക്കുകയാണ് ഉണ്ടായത്. അഥവാ വലിയ ശിർക്കാകട്ടെ, ചെറിയ ശിർക്കാകട്ടെ, ഖഫിയായ ശിർക്കാകട്ടെ, ഒന്നും ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. അവർ ഏകനായ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. അതിൽ ഒരാളെയും അവർ പങ്കു ചേർക്കുന്നുമില്ല. ഇക്കാര്യമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇക്കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.